ഇരിക്കുകയാണല്ലോ. ഞാനാണെങ്കിൽ ഇന്ന് വരെ എക്സിബിഷൻ കണ്ടിട്ടില്ല. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അച്ഛനുള്ള സമയത്ത് അച്ഛനും അമ്മയൊക്കെ കൂടി വന്നിട്ട് അങ്ങനെ കണ്ടതായിട്ട് ചെറിയൊരു ഓർമ്മയുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം ഞാൻ പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും ഇങ്ങനെ പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടികളും ആര്യനാണെന്ന് വെച്ചെങ്കിലും കുറച്ച് ദിവസമായി ഇങ്ങനെ പറയണു അമ്മ എക്സിബിഷന് പോകണമെന്ന്. അപ്പോൾ ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടന്നാൽ എക്സിബിഷന് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. രാവിലെ തന്നെ അത്യാവശ്യം തിരക്കുണ്ട് അവിടെ. ഞാൻ വിചാരിച്ചു ഇപ്പോൾ ലാസ്റ്റൊക്കെ ആയില്ലേ, അപ്പോൾ തിരക്ക് കുറവാകും എന്നാട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ എന്താ സിയമോൾ ചെരുപ്പിടാൻ വേണ്ടിയിട്ട് അവളുടെ ഷൂ ഒക്കെ കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അവൾ ഷൂ ഒക്കെ എടുത്തിടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ തന്നതാണ്. അപ്പോൾ ഞാൻ ഷൂ ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ എന്താ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇതാ നടന്നു വരികയാണ് കേട്ടോ. ഇപ്പോഴൊക്കെ സിയമോൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവളുടെ സ്വഭാവമൊക്കെ മാറിയത്. ആര്യനും ഏട്ടനും കൂടിയിട്ട് മുന്നിൽ പോയിട്ട് അവർ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് എടുത്ത് ഞങ്ങളിതാ ഉള്ളിലൊക്കെ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ മറന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ കുറച്ചിങ്ങനെ നടന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഐസ്ക്രീമൊക്കെ വിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങളെല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് കഴിച്ചു കേട്ടോ. ഇതിൻ്റെ മുന്നേ ഒരു സ്റ്റോളിൽ നിന്ന് ഞങ്ങളിങ്ങനെ മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കിട്ടുന്ന മിഠായികളില്ലേ, അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിന്നിട്ടാണ് നടന്നിരുന്നത്. ഈ ഐസ്ക്രീമിൻ്റെ ഇവിടെ എത്തിയപ്പോൾ സിയമോൾ വേഗം മിഠായി എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നു. പിന്നെ അവൾക്ക് ഐസ്ക്രീം മതി കേട്ടോ. അപ്പോൾ അവരെല്ലാവരും സിയമോൾ ഒരു കുൽഫി വാങ്ങി. പിന്നെ ബാക്കിയുള്ളൊരു മാംഗോ ബാർ, ചോക്കോ ബാറല്ല മാംഗോ ബാർ. അവരൊക്കെ പിന്നെ കോൺ ഐസും വാങ്ങി. ഞാനാണ് വാങ്ങിയിട്ടുള്ളത്. കോൺ ഐസ്ക്രീമും വാങ്ങിയിട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അവസാനം പുറത്ത് കടന്ന് കിട്ടിയാൽ മതിയായി. അത്രയും നടന്ന് ക്ഷീണിച്ചോട്ടെ. എനിക്കറിയണ്ടായിരുന്നില്ല ഇത്രയും കടകൾ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്നു. അമ്മൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കടകൾ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ, നമുക്ക് വേണ്ടത് എന്ത് സാധനം അണിച്ചെങ്കിലും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്രയും അധികം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു വശത്ത് കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു എൻഡിലേക്ക് എത്തണമെച്ചെങ്കിലും ഒരുപാട് നടക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കടയിൽ കയറാനൊന്നും നിന്നില്ല. പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തെത്തിയാൽ മതി എന്നുള്ള